നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താൽപര്യം ഉറപ്പാക്കാൻ അനുബന്ധ കരാർ നീക്കവുമായി സർക്കാർ. എംഎസ്സിക്ക് കുത്തക അവകാശം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ നീക്കം. അന്തിമ തീരുമാനം എംപവേർഡ് കമ്മിറ്റി ശുപാർശയ്ക്ക് ശേഷം അദാനിയുടെയും അപേക്ഷയും വിശദമായി പരിശോധിക്കും. വിഴിഞ്ഞം കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ. തെറ്റ് തിരുത്തിയാൽ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും MV ജയരാജൻ. ജയരാജനെ തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി. അവിടെയും ഇവിടെയും ഇരുന്ന് പറയുന്നതിന് മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് MV ഗോവിന്ദൻ. തെറ്റെന്തെന്ന് ജയരാജൻ പറയണമെന്ന് V കുഞ്ഞികൃഷ്ണൻ. തിരുത്തേണ്ടത് പാർട്ടിയെന്ന് TK ഗോവിന്ദൻ. ഇറാന്റെ മുഴുവൻ നേതാക്കളും ഒരുമിച്ച് കൂടുമ്പോൾ ഇല്ലാതാക്കാൻ എളുപ്പമെന്ന ട്രംപിന്റെ പരാമർശം വിവാദത്തിൽ. ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ്. അയത്തുള്ള അലി ഖമീനിയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ മുജദ്ദബ ഖമീനി പങ്കെടുത്തില്ല. അയോധ്യ സംഭാവന ക്രമക്കേട് അന്വേഷണത്തിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എന്ന യോഗം നാളെ. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജിയും വരവ് ചിലവ് കണക്കും അജണ്ട. സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. പ്രിയങ്ക ഗാന്ധി അടക്കം ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കളെ ചോദ്യം ചെയ്യണമെന്ന് VHP. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ആവേശ പോരാട്ടങ്ങൾ. ബ്രസീൽ നോർവേ മത്സരം 1:30 രാവിലെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആരോപണവും പ്രതിഷേധവും ശക്തമാകുമ്പോൾ അദാനി ഗ്രൂപ്പുമായി അനുബന്ധ കരാർ ഒപ്പിടാൻ സർക്കാർ ഒരുങ്ങുന്നു. മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമാണ് തുടർ നീക്കം. കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് സമ്മർദ്ദം ശക്തമാകുമ്പോൾ തുടർ നീക്കം കരുതലോടെ നടത്തുകയാണ് സർക്കാർ. 49% ഓഹരിയും MSC കമ്പനിക്ക് അദാനി കൈമാറുമ്പോൾ അനുമതി നൽകണമെങ്കിൽ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ നിയമവശങ്ങളും സർക്കാർ ആലോചിക്കുന്നു. അതിന്റെ ഭാഗമായാണ് അനുബന്ധ കരാറിനായി നീക്കം നടത്തുന്നത്. രാജ്യ താൽപര്യം സംരക്ഷിച്ചും MSCക്ക് കുത്തകാവകാശം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു അനുബന്ധ കരാറിലൂടെ നിയമപരിരക്ഷ ദൃഢമാക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. അദാനി നൽകിയ കത്തിലെ ഉള്ളടക്കവും വിശദീകരണക്കുറിപ്പിലെ വിശദാംശങ്ങളും സർക്കാർ സമഗ്രമായി പരിശോധിക്കും. ഇക്കാര്യത്തിൽ AGയുടെ നിയമോപദേശവും തേടിയിട്ടുണ്ട്. ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ CPM ഡീൽ ആരോപണം ശക്തമാക്കുമ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക കൂടിയാണ് ലക്ഷ്യം. അതേസമയം വിഴിഞ്ഞം കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു. നിർണായക വിഷയങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്ന ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ KPCC ഭാരവാഹി യോഗം വിളിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം വിഴിഞ്ഞം കരാറിൽ കൃത്യമായ അജണ്ടയോടെയാണ് VD സതീശൻ കാര്യങ്ങൾ നിർവഹിച്ചതെന്ന് MV ഗോവിന്ദൻ്റെ ആരോപണം. മംഗലാപുരത്ത് പോയി ചർച്ച ചെയ്ത് തീരുമാനിച്ച് കൃത്യതയോടെയുള്ള ഡീലാണ് നടന്നത്. കേരളത്തിൻ്റെ ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചാണ് ധവളപത്രത്തിലും ബജറ്റിലും പറയുന്നത്. കടലും കരയും കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുവാനുള്ള തീരുമാനമാണ് ഇതിന് പിന്നിലെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പുറത്താക്കപ്പെട്ട നേതാക്കളെ ചൊല്ലി CPMൽ ഭിന്ന സ്വരം. തെറ്റിതിരുത്തിയാൽ കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും പാർട്ടി തിരിച്ചെടുക്കുമെന്ന് MV ജയരാജൻ പറഞ്ഞു. അതേസമയം ഇരുവരും വർഗവഞ്ചകരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. തെറ്റുതിരുത്തുന്നവരെ ഒറ്റപ്പെടുത്തി മുന്നോട്ടു പോകില്ല. തിരുത്താൻ തയ്യാറായാൽ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂരിൽ TA മധുസൂദനെ മാറ്റിയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നും TK ഗോവിന്ദനെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വീട്ടിൽ സ്വീകരിച്ച് ആനയിച്ചത് ശരിയായില്ലെന്നും MV ജയരാജൻ പ്രതികരിച്ചു. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതേസമയം MV ജയരാജനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും വർഗവഞ്ചകർ തന്നെ. തിരുത്തിയാൽ തിരിച്ചെടുക്കുന്നത് പൊതുരീതിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കുമല്ലോ, അതിന് സംശയമുള്ളത്. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന CK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞകൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃത്വത്തിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ് തെറ്റ് സംഭവിച്ചതെന്നും ആരാണ് തിരുത്തേണ്ടതെന്നും ജയരാജൻ വ്യക്തമാക്കണമെന്ന് TK ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഈ പാർട്ടിയെ തെറ്റായ രീതിയിൽ നയിക്കുകയും ഈ പാർട്ടിയിലുള്ള ജനങ്ങളും പാർട്ടി ഘടകങ്ങളും അംഗീകരിക്കാതെ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് പാർട്ടിയെ വഞ്ചിച്ച നിങ്ങളാണ് വർഗവഞ്ചകർ. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് 34 സീറ്റിൽ നിങ്ങൾ ഇരിക്കേണ്ടി വന്നതെന്ന് ഇനിയെങ്കിലും ഗോവിന്ദ മാഷ് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ പേരിൽ വർഗവഞ്ചകൻ എന്ന് എന്നെ ആരോപിക്കുക അല്ലേ? ഞാൻ ഇതുവരെയൊന്നും അങ്ങനെ ഈ രീതിയിലൊന്നും മത്സരിക്കാൻ നിന്നിട്ടില്ലല്ലോ. ഗോവിന്ദ മാഷ കൂടെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ഞാനും. അതുകൊണ്ട് വലിയ മഹത്വമൊന്നും ഗോവിന്ദ മാഷ് പറയേണ്ടെന്നേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ണൂർ CPMൽ ഉയർന്ന ഭിന്നസ്വരം മറനീക്കി പുറത്തുവരികയാണ്. ഇത് പ്രത്യക്ഷമായും പരോക്ഷമായും ഉന്നം വെക്കുന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയാണ്. തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടി വർഗ ബഹുജന സംഘടനാ ചർച്ചകളിൽ MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-CPI തർക്കം രൂക്ഷമാണ്. ചർച്ച ചെയ്യേണ്ടതില്ല എന്ന പിണറായി വിജയൻ്റെ പ്രസ്താവനയിൽ പരസ്യമായി പ്രതിഷേധിച്ച് CPI രംഗത്ത് വന്നു. ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ വ്യക്തമാക്കി. CPI പറഞ്ഞതുപോലെ കേട്ടിരുന്നുവെങ്കിൽ ഈ നില വരുമായിരുന്നില്ല എന്നും PP സുനീർ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPM-CPI തർക്കം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുകയാണ്. തർക്കത്തെ തുടർന്ന് ഇടതുമുന്നണി യോഗം ചേരാനാകുന്നില്ല എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പരിഹാസമാണ് CPIയെ പ്രകോപിപ്പിച്ചത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. മുന്നണിയിലൊന്നും നിൽക്കുന്ന വിഷയമല്ല. അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കടുത്ത പ്രതിഷേധമാണ് CPIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല CPI എന്നും ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ വ്യക്തമാക്കി. അങ്ങനെ ഏകപക്ഷീയമായി അടക്കേണ്ട വിഷയമല്ല എന്ന് തന്നെയാണ് CPI പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൽ പാർട്ടിയല്ല CPI പറഞ്ഞുകൊണ്ടേയിരുന്നത്. പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇടതുപക്ഷം ഉണ്ടാവുമായിരുന്നില്ല എന്ന അനുഭവം നമ്മൾ ബോധ്യപ്പെടുന്നു. എന്നാൽ CPIയുമായുള്ള തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് V ശിവൻകുട്ടി വ്യക്തമാക്കിയത്. CPI തമ്മിലുള്ള പ്രശ്നമല്ലേ, സംസാരിച്ച് തീർക്കും. നിങ്ങളുടെ ഉത്കണ്ഠയും പരിഹാരം കാണും. നിങ്ങളുടെ ഒരു വിഷമമുണ്ടല്ലോ, തീർത്തിയിരുന്നില്ല എന്നുള്ള വിഷമം, അതിനും പരിഹാരം ഉണ്ടാകും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുമ്പോൾ ഇടതുമുന്നണി യോഗം പോലും ചേരാനാകാതെ പ്രതിസന്ധിയിലാണ് നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടെൻഡറില്ലാതെ പൊതുമരാമത്ത് കരാർ ഏറ്റെടുക്കുന്നതിൽ ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് സർക്കാർ അനുമതി നീട്ടി നൽകി. 46 കരാർ ഏജൻസികൾക്ക് ഈ മാസം 31 വരെ അനുമതി നീട്ടി നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF ക്രമക്കേട് ആരോപിച്ച വിഷയത്തിലാണ് ഇപ്പോൾ മലക്കം മറിയുന്നത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF സ്വീകരിച്ച പല വിഷയങ്ങളിലും അധികാരത്തിലെത്തിയപ്പോൾ യൂട്ടേൺ അടിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗവൺമെന്റ് പ്രീഡർ നിയമനം, ബന്ധു നിയമനം, PM-ശ്രീ, മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ നിലപാട് മാറ്റം വിമർശന വിധേയമാണ്. ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിരന്തരം വിമർശിച്ചിരുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയെ പിന്തുണയ്ക്കുന്ന നിലപാട് ഭരണത്തിൽ വന്ന ശേഷം സർക്കാർ സ്വീകരിക്കുന്നത്. ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയിൽ മറുപടി നൽകിയതും വിവാദമായിരുന്നു. ഇപ്പോൾ ടെൻഡറില്ലാതെ കരാർ പണികൾ ഏറ്റെടുക്കാൻ ഊരാളുങ്കൽ കമ്പനിക്ക് സർക്കാർ അനുമതി നീട്ടി നൽകിയിരിക്കുകയാണ്. 46 അക്രഡിറ്റഡ് കരാർ ഏജൻസികൾക്ക് അവകാശം പുതുക്കി നൽകിയതിൽ ഊരാളുങ്കലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 31 വരെയാണ് അനുമതി നീട്ടി നൽകിയിരിക്കുന്നത്. ധനവകുപ്പാണ് ഇതിൽ ഉത്തരവിറക്കിയത്. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, പിണറായി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, കോസ്റ്റ് ഫോർഡ്, ഹാബിറ്റേറ്റ്, തൃശൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ സൊസൈറ്റി എന്നിവയാണ് സർക്കാർ ഇതര അക്രഡിറ്റഡ് ഏജൻസികൾ. ഇവർക്ക് നൽകിയിരുന്ന 2 വർഷത്തെ അവകാശമാണ് കഴിഞ്ഞ മെയ് 31 അവസാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദിയിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി സംഭാവന ലഭിച്ചതിൽ ബാക്കിയുള്ളത് 12 കോടിയിലേറെ രൂപയെന്ന് നിയമസഹായ സമിതി. അബ്ദുൾ റഹീം അസിസ്റ്റന്റ് കമ്മിറ്റി എന്ന പേരിലാണ് ട്രസ്റ്റ് രൂപീകരിച്ച് ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതെന്നും ബാക്കിയുള്ള പണം ഇപ്പോൾ വിനിയോഗിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നും നിയമസഹായ സമിതി അംഗങ്ങൾ അറിയിച്ചു. യോഗം ചേർന്ന ശേഷമായിരുന്നു നിയമസഹായ സമിതിയുടെ പ്രതികരണം.
ക്രൗഡ് ഫണ്ടിങ്ങിന്റെ കണക്ക് അവതരിപ്പിക്കാത്തതിൽ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കടുത്ത വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സംഭാവന ലഭിച്ച തുകയും ബാക്കിയുള്ള തുകയും എത്രയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് നിയമസഹായ സമിതി രംഗത്തെത്തിയത്. 48.36 കോടി രൂപ ലഭിച്ചതിൽ 12 കോടിയിലധികം രൂപ ബാക്കിയുണ്ടെന്നും ഇന്ത്യയിൽ പിരിച്ച പണം വിദേശത്തേക്ക് നൽകിയതിനാൽ ഇൻകം ടാക്സ് നോട്ടീസ് ലഭിച്ചിരുന്നുവെന്നും നിയമസഹായ സമിതി അംഗങ്ങൾ അറിയിച്ചു. ഇക്കാര്യത്തിൽ അനുകൂല നടപടി ഉണ്ടായാൽ പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുമെന്നും നിയമസഹായ സമിതി അംഗങ്ങൾ പറഞ്ഞു. 12,83,32,555 രൂപ 97 പൈസ നേരത്തെ ആരംഭിച്ച ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ 2 ബാങ്ക് അക്കൗണ്ടിലായി ബാക്കിയുണ്ട്. ഇൻകം ടാക്സിലെ സെക്ഷൻ 12A സെക്ഷൻ പ്രകാരം ഇൻകം ടാക്സിലെ NGOസിന് കിട്ടുന്ന ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്തിമ എക്സംഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രസ്റ്റിൻ്റെ നേതൃയോഗം, ട്രസ്റ്റിൻ്റെ ഔദ്യോഗികമായതും ഈ നിരവധി കമ്മിറ്റികളുടെ ഒരു കോർഡിനേഷനാണ് ഈ ട്രസ്റ്റ് പ്രതിനിധീകരിക്കുന്നത്. അവരെല്ലാവരെയും കൂട്ടി എങ്ങനെയാണ് ആ ഫണ്ട് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 2006 ഡിസംബർ 24-നാണ് സൗദി ബാലൻ അനസ് അൽ ഷഹ്രി കൊല്ലപ്പെട്ട കേസിൽ റഹീം ജയിലിലാകുന്നത്. കോടതി റഹീമിന് വധശിക്ഷയും വിധിച്ചിരുന്നു. പിന്നീട് 1.5 കോടി സൗദി റിയാൽ ദിയാദനം നൽകിയതോടെ വധശിക്ഷ ഒഴിവാക്കി. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 46 കോടി രൂപയായിരുന്നു ശേഖരിച്ചത്. ഇതിന്റെ ബാക്കി തുകയാണ് നിയമസഹായ സമിതിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങിനിടെ വിവാദ പരാമർശവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒരുമിച്ച് കൂടുമ്പോൾ അവരെ ഇല്ലാതാക്കൽ എളുപ്പമാണെന്നാണ് ട്രംപിന്റെ പരാമർശം. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ല എന്നും ട്രംപ് പറഞ്ഞു. അയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. അയത്തുള്ള അലി ഖമനേയുടെ ശവസംസ്കാര ചടങ്ങിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒത്തുകൂടിയതിനെ പരാമർശിച്ചാണ് ട്രംപിന്റെ വിവാദ പരാമർശം. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട്, നമുക്ക് അവരെയെല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയും. ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഒരുമിച്ച് ഇല്ലാതാക്കിയാൽ പിന്നീട് US-ന് ആണവ കരാറിനായി ചർച്ച നടത്താൻ അവിടെ ആരും അവശേഷിക്കില്ല എന്നാണ് ട്രംപിന്റെ വാദം. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ജനം കരയുന്നത് കണ്ട് ഞെട്ടിപ്പോയെന്നും ട്രംപ് പറഞ്ഞു. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ടെഹ്റാനിലെ ശവസംസ്കാര ചടങ്ങുകൾ താൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുഃഖാചരണം അവസാനിക്കുന്നതുവരെ ഇറാൻ ആണവ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ലോക നേതാക്കളടക്കം ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ടെഹ്റാനിലെ ഗ്രാൻഡ് മസല്ലയിൽ ജനലക്ഷങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉയർന്നതിനാൽ ടെഹ്റാനിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകുകയും കർശനമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അതിനിടെ അയത്തുള്ള അലി ഖമനിയുടെ ഔദ്യോഗിക വിലാപയാത്രയിൽ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി പങ്കെടുക്കാത്തത് ചർച്ചയാകുന്നു. സുരക്ഷാ കാരണങ്ങളാണ് മുജ്തബ ഖമീനി പൊതുചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാനിലെ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗറും പങ്കെടുത്തു. അയത്തുള്ള അലി ഖമനിയുടെയും മറ്റ് 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾക്ക് മുമ്പിൽ ഖമനിയുടെ മറ്റ് 3 മക്കളും ഇന്ന് പ്രാർത്ഥന നടത്തി. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നാളെ യോഗം ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി, കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ് കണക്കുകളും പരിശോധിക്കും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തു. അയോധ്യ ക്ഷേത്രത്തിൽ സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും SIT അന്വേഷണത്തിനും ശേഷം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യ യോഗം നാളെ ചേരും. ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് മഹാരാജിന്റെ ആശ്രമത്തിലാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്ത് യോഗം പരിശോധിക്കും. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും 2025-26 സാമ്പത്തിക വർഷത്തെ വരവ് ചിലവ് കണക്കിന്റെ വിശദമായ പരിശോധന
പരിശോധനയും അജണ്ടയിലുണ്ട്. സംഭാവന ക്രമക്കേട് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ചമ്പത്തുറായുടെ മൊഴിയെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. കേസിലെ മുഖ്യപ്രതി അവിനാശ് ശുക്ലയെ വീണ്ടും ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങളിൽ ക്രമക്കേട് നടത്തുന്നതിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന തുടരുകയാണ്. അതേസമയം രാമക്ഷേത്രത്തിന് സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറി S. ലക്ഷ്മിനാരായണൻ പരാതി ഉന്നയിച്ചു. 5 കോടിയോളം വിലമതിക്കുന്ന രാമചരിതമാനസ് സമർപ്പിച്ചതിന്റെ രസീത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടില്ലെന്നും ഇക്കാര്യം SIT അറിയിച്ചിട്ടുണ്ടെന്നും മുൻ ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാർത്തകൾ തുടരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ കേസിൽ ഒരു സ്വദേശി പൗരന് 10 വർഷം തടവ് ശിക്ഷ. ലബനാനിലെ ഹിസ്ബുള്ള സംഘടനയിൽ ചേരുകയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള കുറ്റത്തിനാണ് ശിക്ഷ വിധിച്ചത്. അബ്ദാലി സെൽ കേസിൽ നേരത്തെ 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെടുകയും പിന്നീട് പൊതുമാപ്പ് ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്ത വ്യക്തിയാണ് പ്രതിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൗദിയുടെ ദേശീയ ആപ്ലിക്കേഷനായ തവക്കൽനയിൽ ജൂൺ മാസത്തിൽ 40 സർക്കാർ സ്വകാര്യ നോൺ പ്രോഫിറ്റ് മേഖലാ സ്ഥാപനങ്ങളും ഏജൻസികളും 160 പുതിയ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി. സ്വദേശികൾക്കും പ്രവാസികൾക്കും വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ ഡിജിറ്റൽ സേവന സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള തവൽക്കൽനയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്. ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകിക്കൊണ്ട് ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ സേവനങ്ങളിലുള്ള വിപുലീകരണം. കുവൈറ്റിൽ ഓൺലൈൻ ടാക്സികളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കർശനമാക്കി ഗതാഗത വിഭാഗം. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം രാജ്യത്ത് ഓൺലൈൻ വഴി ഗതാഗത സേവനങ്ങൾ നൽകുന്ന എല്ലാ വാഹനങ്ങളിലും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ഇവയിലെ ദൃശ്യങ്ങൾ കുറഞ്ഞത് 120 ദിവസമെങ്കിലും സൂക്ഷിക്കുകയും ചെയ്യണം. ആവശ്യമെങ്കിൽ യാത്രക്കാരുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറണമെന്നും ഉത്തരവിൽ പറയുന്നു. സൗദിയിൽ നിയമലംഘകർക്ക് വേണ്ടി സുരക്ഷാ വകുപ്പുകൾ ശക്തമായ പരിശോധന തുടരുന്നു. ഒരാഴ്ചക്കിടയിൽ 15,000-ലേറെ പേർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജൂൺ 25 മുതൽ ജൂലൈ 1 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 15,591 പേരാണ് പിടിയിലായത്. ഇക്കൂട്ടത്തിൽ 7,759 പേർ ഇഖാമ തൊഴിൽ നിയമലംഘകരും 4,488 പേർ നുഴഞ്ഞുകയറ്റക്കാരും 3,344 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. ഒരാഴ്ചക്കിടെ അതിർത്തികൾ വഴി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ 1,629 പേർ പിടിയിലായി. ഇക്കൂട്ടത്തിൽ 53% പേർ എത്യോപ്യക്കാരും 46% പേർ യമനികളും 1% പേർ മറ്റ് രാജ്യക്കാരുമാണ്. കുവൈറ്റിൽ സോഷ്യൽ മീഡിയയിലൂടെ മയക്കുമരുന്നിനെ അനുകൂലിച്ച് പ്രചരണം നടത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് ഇസ്ലാമിക നിയമപ്രകാരം നിരോധിതമല്ല എന്നും ഇത് ദോഷകരമല്ലാത്ത വസ്തുവാണെന്നുമായിരുന്നു ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയോ ആളുകളെ അതിലേക്ക് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവും 5,000 കുവൈറ്റി ദിനാർ വരെ പിഴയും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു ശിക്ഷയും ലഭിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മയക്കുമരുന്നിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഷാർജ പോലീസ് സംഘടിപ്പിച്ച പ്രത്യേക ബോധവൽക്കരണ പരിപാടി സമാപിച്ചു. സിറ്റി സെൻറ്റർ അൽ സഹിയിൽ നടന്ന ക്യാമ്പയിനിൽ വലിയ ജനപങ്കാളിത്തമാണ് ലഭിച്ചതെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. സന്ദർശകർക്ക് ബോധവൽക്കരണവും നൽകി. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ ക്യാമ്പയിന് കഴിഞ്ഞതായും ഷാർജ പോലീസ് അറിയിച്ചു. ഇന്ത്യയുടെ അപ്പോസ്തലനും സീറോ മലബാർ സഭയുടെ പിതാവുമായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പുതുക്കുന്ന ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ഷാർജ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ സാഗർ രൂപതയുടെ മെത്രാൻ മാർ ജെയിംസ് അത്തിക്കളം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺ ജോസഫ് എടാട്ടും ഫാദർ ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പയും സഹകാർമ്മികരായിരുന്നു. ഇടവ വികാരി ഫാദർ ശബരിമുത്തു ആന്റണി സ്വാമി സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. താരസംഘടനയായ അമ്മയിലെ പ്രതിസന്ധികൾക്കിടെ ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി പ്രസിഡന്റ് ശ്വേത മേനോൻ. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പിന്നോട്ട് പോകില്ല എന്ന് ശ്വേത ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശ്വേത പറയുന്നു. അതേസമയം ശ്വേതയ്ക്ക് സമയം നൽകണമെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ലാതെ കരിവാരി തേക്കരുതെന്നും നടി പ്രിയങ്ക പ്രതികരിച്ചു. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളും മറുപടികളുമായി താരസംഘടന അമ്മയിലെ തർക്കം തുടരുകയാണ്. ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയും വിമർശനവുമായി ശ്വേത മേനോൻ തന്നെയാണ് ഇന്ന് രംഗത്തെത്തിയത്. സംഘടനയുടെ പ്രസിഡന്റ് എന്ന പേരിൽ തന്നെയാണ് ശ്വേത ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇട്ടിട്ടുള്ളത്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ലെന്നും മനസ്സിലാക്കിയ സമയമാണ് ഇതെന്നും ശ്വേത പറയുന്നു.
അവർ ആരൊക്കെയാണെന്ന് താരസംഘടനയിലെ അംഗങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്റെ വിജയം. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥിരവരുമാനമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് താങ്ങാവുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. പണം തരുന്നത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, അംബാനിയാണോ, അദാനിയാണോ എന്ന് നോക്കിയിട്ടല്ല സ്വീകരിച്ചിട്ടുള്ളതെന്ന് മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടിയായി ശ്വേത കുറിക്കുന്നു. കുറ്റാരോപിതർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തിയതോടെയാണ് തന്നെ അപമാനിക്കാൻ തുടങ്ങിയതെന്നും ആരോപിതർ ചെയ്യുന്ന തിരിമറികളും തട്ടിപ്പുകൾക്കും എന്തിനു ചീത്തപ്പേര് കേൾക്കണം എന്നതുകൊണ്ടാണ് മോഹൻലാൽ വരെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയതെന്നും ശ്വേത കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ശ്വേതയ്ക്ക് പിന്തുണയുമായി നടി പ്രിയങ്ക രംഗത്തു വന്നു. കോടതി ഉത്തരവിനെ മാനിക്കണം, ശ്വേത തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ലാതെ കരിവാരി തേക്കരുതെന്നും പ്രിയങ്ക പ്രതികരിച്ചു. ശ്വേത എന്ന് പറയുന്ന വ്യക്തി എന്നെ പേഴ്സണലായിട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. തെറ്റ് കണ്ടെങ്കിൽ ഇനിയിപ്പോൾ തെളിഞ്ഞു വരുമ്പോൾ തെറ്റിന് നമ്മളെല്ലാവരും അവരോട് നിൽക്കില്ലല്ലോ. ഇതുവരെ ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കരിവാരി തേക്കുന്നത്? ഇവിടെ നിയമവും കോടതിയുണ്ട്, പോലീസും ഉണ്ട്. എല്ലാവരും നോക്കട്ടെ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഓഡിറ്ററും അഡ്വക്കേറ്റും അറിയാതെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്തത്? അല്ലേ, കോടതി ഒന്നുമില്ലാതെ ഭരിച്ചോളാൻ പറയില്ലല്ലോ. കോടതിയെ മാനിക്കണ്ടേ? ഞാനൊക്കെ കോടതിയെ മാനിക്കുന്നു. ഞാൻ ശ്വേതയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു. പ്രശ്നപരിഹാരത്തിന് മുതിർന്ന താരങ്ങൾ ഇടപെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരായ അൻസിബയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ലക്ഷ്മിപ്രിയ, ഭർത്താവ്, അതോടൊപ്പം തന്നെ ഹിൽ പാലസ് വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് പരാതി. വ്യാജ പരാതിയുടെ മറവിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന അൻസിബയുടെ പരാതിയിലാണ് കോടതി നടപടി. US ടെക് കമ്പനി കോറോ ഹെൽത്തിൻ്റെ കൂട്ട പിരിച്ചുവിടലിൽ കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോട് ജോലി നഷ്ടമാകുന്നത് 400-ലേറെ പേർക്ക്. 22 വയസ്സുള്ള ട്രെയിനികൾ തുടങ്ങി ഈ മേഖലയിൽ 12 വർഷം പ്രവൃത്തി പരിചയമുള്ള സീനിയർ സ്റ്റാഫുകൾ ഉൾപ്പെടെയാണ് ജോലി നഷ്ടമായത്. സർക്കാർ ചർച്ച തുടരുന്നുണ്ട് എങ്കിലും കമ്പനി പ്രതിനിധികളെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് മാനേജ്മെൻറ്റുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. നാളെ ലേബർ കമ്മീഷണർ കമ്പനിയിലെത്തും. തുടർന്ന് ജൂലൈ 10-ന് തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വേണമെങ്കിൽ അതിനും നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. MLAയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ജില്ലാ ലേബർ ഓഫീസർ അടക്കമുള്ള ലേബർ വകുപ്പ്, തൊഴിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി ആ പിരിച്ചുവിടൽ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നുവെന്ന് ഉറപ്പ് ലഭിച്ചത്. എന്നിട്ട് തിങ്കളാഴ്ച തുടർ ചർച്ചകൾ നടത്താമെന്ന് ഉറപ്പ് നൽകിയതിനിടയിലാണ് മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേ മത്സരം 1:30 നടക്കും. മുമ്പ് ഇരു ടീമുകളും 4 തവണ ഏറ്റുമുട്ടിയപ്പോഴും മഞ്ഞപ്പടയ്ക്ക് ജയിക്കാനായിട്ടില്ല എന്നതാണ് വെല്ലുവിളി. 2 നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായിരുന്നു. അതേസമയം മറ്റൊരു മത്സരത്തിൽ രാവിലെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും. മികച്ച പ്രകടനത്തോടെയാണ് എല്ലാ ടീമുകളും റൗണ്ട് ഓഫ് 32 കടന്നെത്തിയത്. ഇനി പ്രീ ക്വാർട്ടർ, അതായത് റൗണ്ട് 60 ഏത് വമ്പന്മാർക്കും കടുക്കും. ബ്രസീലിന് വെല്ലുവിളി ഉയർത്തിയാണ് പ്രീ ക്വാർട്ടറിൽ നോർവേ ഇറങ്ങുന്നത്. ഇത്തവണയും നോർവേ ടീമിനെ നിസ്സാരമായി കാണാൻ മഞ്ഞപ്പടയ്ക്കാകില്ല. കാരണം 1998 ലോകകപ്പിലെ പ്രാഥമിക റൗണ്ടിലെ തോൽവിയാണ് അന്ന് 2-1 കരുത്തരായ ബ്രസീലിനെ തോൽപ്പിച്ചത്. നോർവേ ചരിത്രത്തിൽ ഇടം നേടി. മറ്റൊന്ന്, ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ടീമാണ് നോർവേ. ഇരു ടീമും 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2-ലും നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായി. ഇത്തവണ ഗ്രൂപ്പ് ജേതാക്കളായാണ് ബ്രസീൽ റൗണ്ട് ഓഫ് 32-ലേക്ക് യോഗ്യത നേടിയിരുന്നത്. അവിടെ നിന്ന് നോക്കൌട്ടിൽ ജപ്പാനുമായുള്ള കടുത്ത പോരാട്ടത്തിനൊടുവിലായിരുന്നു കാനറികളുടെ പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം. ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ആദ്യ ഗോൾ ജപ്പാൻ നേടിയതിന് പിന്നാലെയായിരുന്നു ഏറെ ആരാധകരുള്ള ബ്രസീലിന്റെ തിരിച്ചുവരവ്. ആദ്യ പകുതി ജപ്പാൻ നേടിയ 1 ഗോളിൽ അവസാനിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ 2 മടക്കി നൽകിക്കൊണ്ട് ബ്രസീൽ കളിയിൽ മടങ്ങി വരികയായിരുന്നു. അതേസമയം നോർവേ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് പ്രീ ക്വാർട്ടറിൽ കടന്നത്. അതേസമയം പുലർച്ചെ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ വീറും വാശിയുമുള്ള കളി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച ഫോമിലുള്ള ആതിഥേയരായ മെക്സിക്കോ ഇക്വഡോറിനെ 2-0 പരാജയപ്പെടുത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മെക്സിക്കോ ഒരു ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം നേടുന്നത്. അതേസമയം ഇംഗ്ലണ്ട് ആവേശകരമായ പോരാട്ടത്തിൽ കോങ്കോയെ 2-1 തോൽപ്പിച്ചാണ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്.
മെക്സിക്കോയെ തോൽപ്പിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലോ നോർവേയോ ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. 1966 ഒരേ ഒരു തവണ ലോകകപ്പ് നേടിയ ഇംഗ്ലണ്ട് ഈ വർഷം ആ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.